नमस्ते। सर बोलिए सर। देखिए, जो आपने एफआईआर नंबर मुझे सेंड किया है, इस नंबर के खिलाफ 17 कंप्लेंट्स हमारे पास। आप ये नंबर यूज कर रहे हैं? मैंने नहीं यूज करता हूँ सर। अभी कहाँ से बात कर रहे हो? सर कर्नाटका सर, वो घर में हूँ सर। ओके, इसके लिए आप अपनी स्टेट में रिकॉर्ड करवाइए ताकि ये नंबर ब्लॉक कर दिया जाए, फ्यूचर में आपको कोई प्रॉब्लम ना हो। ओके, यस सर। अभी मैं आपको कनेक्ट कर रहा हूँ, ये आपका इन्वेस्टिगेशन ऑफिसर है। आप अपनी स्टेट में रिकॉर्ड करवाइए ताकि ये नंबर ब्लॉक कर दिया जाए। ओके, यस सर, यस सर, यस सर। अब बताइएगा मैं किसके साथ बात कर रहा हूँ। अपना आधार कार्ड मुझे शो कीजिएगा वेरीफाई करने के लिए, बताइएगा। सर मेरे पास अभी नहीं है सर आधार कार्ड सर, प्लीज सर। फोन आपके फोन में है? नहीं सर। फोन में आधार कार्ड की पिक्चर नहीं है आपके पास? नहीं है सर। नंबर याद है आपको? सर नहीं है सर, नंबर भी याद नहीं है सर। हमने सिर्फ वेरीफाई करना है। ओके, वेरीफाई करने के लिए नहीं सर। आप डरिए ना, डरिए ना। अगर आपने कुछ नहीं किया तो आप डरिए ना। हाँ सर, हाँ सर। अगर आपके पास आधार कार्ड है तो मुझे दिखा दीजिए वेरीफाई करने के नहीं लिए। सर, नहीं सर, मैं गांव को आया था सर, घर में है सर। ओके, कमिंग। जय हिंद। इस व्यक्ति की वन साइड वीडियो का रिकॉर्ड करो एज पर द प्रोटोकॉल। ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന ഒരു ആശങ്കയാണ്. ഇവിടെ തട്ടിപ്പുകാർ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ലോ എൻഫോഴ്സ്മെന്റ് ഓഫീസേഴ്സായി ആൾമാറാട്ടം നടത്തുകയും ഇരയാകുന്നവർ വലിയ കേസുകളിൽ പെട്ടിട്ടുണ്ടെന്നും അറസ്റ്റ് അല്ലെങ്കിൽ നിയമപരമായ പ്രശ്നങ്ങൾ ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് വലിയ തുകകൾ തട്ടിയെടുക്കുകയും ചെയ്യുന്നു. ഈ തട്ടിപ്പുകളിൽ പലപ്പോഴും പോലീസ് ഓഫീസർമാർ അല്ലെങ്കിൽ ജുഡീഷ്യറി അംഗങ്ങൾ പോലുള്ള സർക്കാർ ഉദ്യോഗസ്ഥരെന്ന വ്യാജേന ഇരകൾക്ക് വ്യാജ കോളുകൾ വരുന്നു. കൂടാതെ അടിയന്തിരമായി പണം അയക്കണമെന്നും പാലിച്ചില്ലെങ്കിൽ ഇരകളെ അറസ്റ്റ് ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തുന്നു. നിയമപരമായ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ജനങ്ങളുടെ ഭയത്തെ ചൂഷണം ചെയ്താണ് ഈ കുറ്റവാളികൾ ഇരകളെ കബളിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഈ തട്ടിപ്പുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് അറിയാത്തവരെ സോഷ്യൽ മീഡിയ, ഇമെയിലുകൾ, SMS ആപ്ലിക്കേഷനുകൾ തുടങ്ങിയ ഡിജിറ്റൽ ആശയവിനിമയ ഉപകരണങ്ങൾ പലരും ഇപ്പോൾ ഉപയോഗിക്കുന്നതിനാൽ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് സമീപ വർഷങ്ങളിൽ കൂടുതൽ സാധാരണയായി തീർന്നിരിക്കുന്നു. തട്ടിപ്പുകാർ ഈ പ്ലാറ്റ്ഫോമുകൾ മുതലെടുത്ത് ഒരു സെൻസ് ഓഫ് അർജൻസി സൃഷ്ടിക്കുകയും വിശ്വസനീയമായി കാണപ്പെടുകയും ചെയ്യുന്നു. പലപ്പോഴും ഇരകളെ കബളിപ്പിക്കാൻ ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായി ഉപയോഗിക്കുന്ന വാക്കുകളും വ്യാജ ഐഡിയും ഉപയോഗിക്കുന്നു. ഇന്ത്യയിലെ ഡിജിറ്റൽ അറസ്റ്റ് അഴിമതിയുടെ ആദ്യ പ്രധാന സംഭവങ്ങളിൽ ഒന്ന് നടന്നത് 2021 ഡൽഹിയിലെ ഒരു ബിസിനസ്സുകാരന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥനാണെന്ന് അവകാശപ്പെടുന്ന ഒരാളിൽ നിന്ന് ഒരു ഫോൺ കോൾ ലഭിച്ചു. കള്ളപ്പണം വെളുപ്പിച്ചതിന് തനിക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ടെന്നും നിയമപരമായ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാൻ ഉടൻ ഒരു നിശ്ചിത തുക കൈമാറേണ്ടതുണ്ടെന്നും വിളിച്ചയാൾ ഇരയെ അറിയിച്ചു. ഇരയ്ക്ക് പണം ഒരു അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാൻ നിർദ്ദേശം നൽകി. സാഹചര്യം യഥാർത്ഥമാണെന്ന വിശ്വാസത്തിലാണ് അദ്ദേഹം അത് ചെയ്തത്. പണം നൽകിയതിനു ശേഷമാണ് ഇതൊരു തട്ടിപ്പാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയത്. തുടർന്ന് പോലീസിൽ പരാതി നൽകി. ഏറ്റവും പ്രധാന സംഭവങ്ങളിൽ ഒന്ന് 2024 ഓഗസ്റ്റിൽ SP ഓസ്വാൾ ഉൾപ്പെട്ടതാണ്. ഇന്ത്യയിലെ പ്രമുഖ ടെക്സ്റ്റൈൽ നിർമ്മാതാക്കളിൽ ഒരാളായ വർദ്ധമാൻ ഗ്രൂപ്പിന്റെ ചെയർമാനാണ് ഓസ്വാൾ. റിപ്പോർട്ടുകൾ പ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെയും മറ്റ് സർക്കാർ ഏജൻസികളിലെയും ഉദ്യോഗസ്ഥരെന്ന വ്യാജേന തട്ടിപ്പുകാർ ഓസ്വാളിനെ കബളിപ്പിച്ചു. ജെറ്റ് എയർവേസ് മുൻ ചെയർമാൻ നരേഷ് ഗോയലുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് അന്വേഷണം നടന്നു വരികയാണെന്ന് തട്ടിപ്പുകാർ ആരോപിച്ചു. വ്യാജ അറസ്റ്റ് വാറണ്ടുകളും കോടതി ഉത്തരവുകളും ഉൾപ്പെടെയുള്ള കെട്ടിച്ചമച്ച നിയമപരമായ രേഖകൾ ഹാജരാക്കി തട്ടിപ്പുകാർ ഓസ്വാളിനെ കൂടുതൽ വിശ്വസനീയമായി കാണിക്കുകയും ഇത് സാഹചര്യത്തിന്റെ നിയമസാധുതയെക്കുറിച്ച് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അറസ്റ്റ് ഒഴിവാക്കാൻ ഉടൻ പണം നൽകാൻ അവർ നിർദ്ദേശിക്കുകയും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തട്ടിപ്പ് കൂടുതൽ ബോധ്യപ്പെടുത്തുന്നതിനായി തട്ടിപ്പുകാർ ഒരു വ്യാജ വെർച്വൽ കോടതി മുറി വരെ സംഘടിപ്പിച്ചു. അവിടെ ചീഫ് ജസ്റ്റിസായി ആൾമാറാട്ടം നടത്തുന്ന ഒരാൾ പണം കൈമാറാൻ ഉത്തരവ് പുറപ്പെടുവിച്ചു. താൻ കബളിപ്പിക്കപ്പെട്ടുവെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് മൊത്തത്തിൽ 7 കോടി രൂപ ഓസ്വാളിന് നഷ്ടമായി. രാജ്യത്തിലുടനീളം വാർത്തകളിൽ ഇടം നേടിയ ഈ കേസ് ഈ തട്ടിപ്പുകൾ എത്രത്തോളം സങ്കീർണവും ബോധ്യപ്പെടുത്തുന്നതുമായി തീർന്നു എന്നതിന്റെ വ്യക്തമായ ഓർമ്മപ്പെടുത്തലായിരുന്നു. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിൽ കുറ്റവാളികൾ CBI ഏജന്റുമാർ, ആദായനികുതി ഉദ്യോഗസ്ഥർ, കസ്റ്റംസ് ഏജന്റുമാർ തുടങ്ങിയ നിയമനിർവഹണ ഉദ്യോഗസ്ഥരായി വേഷമിടുകയും ഫോൺ കോളുകൾ വഴി ഇരയുമായി സമ്പർക്കം ആരംഭിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഇരകൾ വാട്സാപ്പ്, സ്കൈപ്പ് തുടങ്ങിയ പ്ലാറ്റ്ഫോമിലൂടെ വീഡിയോ ആശയവിനിമയത്തിലേക്ക് മാറണമെന്ന് അവർ അഭ്യർത്ഥിക്കുന്നു. സാമ്പത്തിക ദുരുപയോഗം, നികുതി വെട്ടിപ്പ് അല്ലെങ്കിൽ മറ്റ് നിയമലംഘനങ്ങൾ തുടങ്ങിയ വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി തട്ടിപ്പുകാർ ഇരകളെ ഡിജിറ്റൽ അറസ്റ്റ് വാറന്റ് നൽകി ഭീഷണിപ്പെടുത്തുന്നു. ചില സന്ദർഭങ്ങളിൽ ഈ തട്ടിപ്പുകാർ കോൾ നിയമാനുസൃതമാണെന്ന് ഇരകളെ ബോധ്യപ്പെടുത്താനായി ഒരു പോലീസ് സ്റ്റേഷൻ പോലുള്ള സജ്ജീകരണം സൃഷ്ടിക്കുന്നു. അവരുടെ പേര് ക്ലിയർ ചെയ്യുക, അന്വേഷണത്തിൽ സഹായിക്കുക, അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യാവുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ എസ്ക്രോ അക്കൗണ്ട് എന്ന മറവിൽ നിർദ്ദിഷ്ട ബാങ്ക് അക്കൗണ്ടുകളിലേക്കോ UPI ഐഡികളിലേക്കോ വലിയ തുകകൾ കൈമാറാൻ വ്യക്തികളെ നിർബന്ധിക്കുന്നു. ഇരകൾ അനുസരിക്കുകയും പണം നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ തട്ടിപ്പുകാർ അപ്രത്യക്ഷമാകുകയും ഇരകൾക്ക് സാമ്പത്തിക നഷ്ടവും
ഐഡന്റിറ്റി മോഷണവും നേരിടേണ്ടി വരികയും ചെയ്യുന്നു. CBI, RBI ഉദ്യോഗസ്ഥരെന്ന വ്യാജേന സൈബർ കുറ്റവാളികൾ അടുത്തിടെ ഉത്തർപ്രദേശിലെ മീററ്റ് ജില്ലയിൽ ഒരു വിരമിച്ച ബാങ്കറെയും ഭാര്യയെയും 5 ദിവസത്തേക്ക് ഡിജിറ്റൽ അറസ്റ്റ് ചെയ്യുകയും 1 കോടിയിലധികം രൂപ കൈമാറാൻ പ്രായമായ ദമ്പതികളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ആളുകളെ അവരുടെ അവകാശവാദങ്ങൾ വിശ്വസിപ്പിക്കാൻ സൈബർ കുറ്റവാളികൾ ജഡ്ജിമാരായി ആൾമാറാട്ടം നടത്തുന്നു. ഒരു വിമാനത്താവളത്തിൽ മയക്കുമരുന്നുമായി ഒരു ചരക്ക് പിടിച്ചെടുത്തതിനു ശേഷം തങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് അവർ അൺസസ്പെക്ടിംഗ് ആയ ആളുകളെ വിളിക്കുന്നു. തങ്ങളുടെ ആരോപണങ്ങൾക്ക് വിശ്വാസ്യത നൽകാൻ അവർ ഒരു വ്യാജ പോലീസ് സ്റ്റേഷൻ പോലും ഉപയോഗിക്കുന്നു. ലക്നൌവിലെ SGPGIMS ആശുപത്രിയിൽ നിന്നുള്ള ഒരു മുതിർന്ന ഡോക്ടർക്ക് ഓഗസ്റ്റിൽ സമാനമായ തന്ത്രത്തിൽ 2.81 കോടി രൂപ നഷ്ടപ്പെട്ടു. അതേസമയം നോയിഡയിൽ നിന്നും വാരണാസിയിൽ നിന്നും ഇത്തരം കുറ്റകൃത്യങ്ങളുടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അവർ CBIയിൽ നിന്ന് ഉള്ളവരാണെന്നും കള്ളപ്പണം വെളുപ്പിക്കൽ, മനുഷ്യക്കടത്ത് കേസിൽ പേര് ഉയർന്നു വന്നിട്ടുണ്ടെന്നും അറസ്റ്റ് ചെയ്യുമെന്നും വിളിച്ചവർ ഇരയോട് പറഞ്ഞു. അറസ്റ്റ് ഒഴിവാക്കാൻ രേഖകൾ ഓൺലൈനിൽ പരിശോധിക്കുകയും അപ്പോൾ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്യുമെന്ന് അവർ അദ്ദേഹത്തോട് പറഞ്ഞു. ഇത് ദേശീയ പ്രാധാന്യമുള്ള കാര്യമായതിനാൽ ആരോടും പറയരുതെന്ന് അയാളോട് ആവശ്യപ്പെട്ടു. മുംബൈ പോലീസ് ഓഫീസറാണെന്ന് പറഞ്ഞ് സിനിമാ നടി മാല പാർവതിയെ തട്ടിപ്പുകാർ 1 മണിക്കൂറോളം വെർച്വൽ അറസ്റ്റിൽ പാർപ്പിച്ചു. അവരുടെ പേരിലുള്ള ഒരു കൊറിയർ തടഞ്ഞു വെച്ചതായി തട്ടിപ്പുകാർ അവരോട് പറഞ്ഞു. പക്ഷേ വേഗത്തിൽ പ്രവർത്തിച്ച് തട്ടിപ്പ് ഒഴിവാക്കാൻ അവർക്ക് കഴിഞ്ഞു. ഒരു പുതിയ സിനിമയുടെ ചിത്രീകരണത്തിനായി മധുരയിൽ എത്തിയപ്പോഴാണ് സംഭവം നടന്നതെന്ന് പാർവതി പറഞ്ഞു. രാവിലെ 10 മണിയോടെ ഒരു കോൾ ലഭിച്ചു. വിക്രം സിംഗ് എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരാൾ തന്നോട് സംസാരിക്കുകയും ഒരു കൊറിയർ തടഞ്ഞു വെച്ചതായി പറയുകയും ചെയ്തു. നിയമവിരുദ്ധമായ ഒരു പാക്കേജ് തായ്വാനിലേക്ക് അയക്കാൻ തന്റെ ആധാർ കാർഡ് ദുരുപയോഗം ചെയ്തതായി അവർ അവകാശപ്പെട്ടു. കൂടുതൽ വിവരങ്ങൾ ചോദിച്ചപ്പോൾ അവർ തന്റെ വിലാസവും ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും ചോദിച്ചു. പാസ്പോർട്ടുകൾ, ബാങ്ക് ക്രെഡിറ്റ് കാർഡുകൾ, ലാപ്ടോപ്പ്, 200 ഗ്രാം MDMA എന്നിവ പാക്കേജിൽ ഉണ്ടായിരുന്നതായി അവർ പറഞ്ഞു. തങ്ങൾ മുംബൈ ക്രൈം ബ്രാഞ്ചിൽ നിന്നുള്ളവരാണെന്ന് അവകാശപ്പെടുന്ന ഒരു തിരിച്ചറിയൽ കാർഡും അവർ അയച്ചു. ഇതൊരു വാട്സ്ആപ്പ് കോൾ ആണെന്നും ഗൂഗിളിൽ ID കാർഡ് പരിശോധിച്ചപ്പോൾ അത് വ്യാജമാണെന്ന് മനസ്സിലാക്കിയെന്നും മാലാപാർവതി പറഞ്ഞു. കേരളത്തിൽ നടന്ന മറ്റൊരു സംഭവം സംഗീത സംവിധായകൻ ജെറി അമൽദേവിനെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. CBI ഉദ്യോഗസ്ഥരെന്ന് ധരിപ്പിച്ച സംഘം പണം ആവശ്യപ്പെടുകയായിരുന്നു. ഇല്ലെങ്കിൽ കേസിൽ പെടുത്തുമെന്നായിരുന്നു ഭീഷണി. 1,70,000 രൂപയാണ് സംഘം ആവശ്യപ്പെട്ടത്. ജെറി അമൽദേവിന് വാട്സ്ആപ്പ് കോളാണ് ലഭിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ സത്യമേവ ജയതേ എന്നെഴുതിയ എംബ്ലമാണ് വിളിച്ചയാളുടെ പ്രൊഫൈൽ പിക്ചറായി ഉണ്ടായിരുന്നത്. വിളിച്ചയാൾ താൻ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണ ഉദ്യോഗസ്ഥനാണെന്ന് പരിചയപ്പെടുത്തി. വിനോയ് ചൌബെ എന്നാണ് പേരെന്നും അയാൾ പറഞ്ഞു. മുംബൈയിലെ ധാരാവിയിലെ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറാണെന്നും അയാൾ പരിചയപ്പെടുത്തി. ജെറ്റ് എയർവേസ് എയർലൈൻസിന്റെ ഉദ്യോഗസ്ഥന്റെ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ ജെറി അമൽദേവിന്റെ ഫോൺ നമ്പറും ബാങ്ക് അക്കൗണ്ട് നമ്പറും അതിലുള്ളതായി വിനോയ് ചൌബെ പറഞ്ഞു. 2.5 കോടി രൂപ തന്റെ പാൻ കാർഡ് വഴി അവർ വെളുപ്പിച്ചിട്ടുണ്ട്. ആ 2.5 കോടി എവിടെയാണെന്ന് അവർ ജെറി അമൽദേവിനോട് ചോദിച്ചു. നിരപരാധിയായി തെളിയിക്കാൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്ന് അവർ പറഞ്ഞു വിശ്വസിപ്പിച്ചു. ജെറി അമൽദേവ് ബാങ്കിൽ പോയി അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് കുറച്ച് പണം ഇടണം എന്ന് അവർ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ കേസിൽ നിന്ന് ഊരാനുള്ള സാധ്യത അവർ ഉണ്ടാക്കി തരുമെന്നും പറഞ്ഞു. അങ്ങനെ ജെറി അമൽദേവ് ബാങ്കിൽ പോയി അവിടെയുള്ള സജ്ന എന്ന ബാങ്ക് മാനേജറോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ തന്നെ മാനേജർ പറഞ്ഞു ഇത് തട്ടിപ്പാണ്, പണം കൊടുക്കരുത് എന്ന്. മാനേജർ തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് സംസാരിച്ചത്. 2022 ജനുവരി മുതൽ 2024 ഓഗസ്റ്റ് വരെ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ 38.85 ലക്ഷത്തിലധികം കോളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഇതിൽ 6.05 ലക്ഷത്തിലധികം, അതായത് 15.7% കോളുകൾ ഉത്തർപ്രദേശിൽ നിന്നാണ്. 84.53% കോളുകളും 3,153 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഇത് രാജ്യവ്യാപകമായി 19,860 കോടി രൂപയിലെത്തി. ഈ കുറ്റവാളികൾ എവിടെ നിന്നാണ് പ്രവർത്തിക്കുന്നത്? ഇന്ത്യ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിലെ വ്യാജ കോൾ സെന്ററുകൾ, ദക്ഷിണേഷ്യയിലെ കംബോഡിയ, മ്യാൻമർ, ലാവോസ് തുടങ്ങിയ മേഖലയിൽ നിന്നാണ് ഈ ഡിജിറ്റൽ അറസ്റ്റുകൾക്ക് പിന്നിലെ കുറ്റവാളികൾ പ്രവർത്തിക്കുന്നതെന്ന് മുൻ IPS ഉദ്യോഗസ്ഥനും സൈബർ ക്രൈം വിദഗ്ധനുമായ ത്രിവേണി സിംഗ് പറഞ്ഞു. കംബോഡിയ, മ്യാൻമർ, ലാവോസ് എന്നിവിടങ്ങളിൽ സൈബർ സ്ലേവറി, സൈബർ അടിമത്തം എന്നറിയപ്പെടുന്ന അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു പ്രവണതയുണ്ട്. കോൾ സെന്ററുകളുടെ തൊഴിലുടമകളായി സ്വയം അവതരിപ്പിച്ച് ക്രിമിനൽ സംഘടനകൾ പലപ്പോഴും അൺഎംപ്ലോയിഡ് വ്യക്തികളെ ആകർഷിക്കുന്നു. തുടർന്ന് സൈബർ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സമ്മർദ്ദം ചെലുത്തുന്നു. ഈ കുറ്റവാളികൾ സാധാരണയായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്ലെങ്കിൽ CBIയിൽ നിന്നുള്ളവരാണെന്ന് അവകാശപ്പെടുന്നു. ഇരയുടെ വ്യക്തിഗത വിശദാംശങ്ങൾ മയക്കുമരുന്ന് കടത്ത് അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കൽ പോലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ആരോപിക്കും അവർ. ചില സന്ദർഭങ്ങളിൽ ഇരകൾ അശ്ലീല ചിത്രങ്ങൾ കാണുന്നുവെന്ന് തെറ്റായി ആരോപിക്കപ്പെടുന്നു. അത് അവരെ പരിഭ്രാന്തരാക്കുകയും അവർ പറയുന്നത് അനുസരിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയിലോ മറ്റെവിടെയെങ്കിലുമോ ഡിജിറ്റൽ അറസ്റ്റിന് നിയമപരമായ അടിസ്ഥാനമില്ലെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സ്കൈപ്പ് വഴിയോ മറ്റേതെങ്കിലും മാർഗത്തിലൂടെയോ ആരെങ്കിലും നിങ്ങളെ വെർച്വൽ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതാണെങ്കിൽ അത് തട്ടിപ്പാണെന്ന് കണക്കാക്കണം. എങ്ങനെയാണ് മിക്ക കോളുകളും ചെയ്യുന്നത്? നിയമപാലകർ നേടുന്ന വെല്ലുവിളികൾ
തിരിച്ചറിഞ്ഞ് വാട്സാപ്പ് പോലുള്ള കമ്മ്യൂണിക്കേഷൻ ആപ്ലിക്കേഷനുകൾ വഴിയാണ് മിക്ക തട്ടിപ്പ് കോളുകളും നടത്തുന്നത്. പലപ്പോഴും ഇന്ത്യക്ക് പുറത്ത് സെർവറുകളുള്ള ഈ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഡാറ്റ ലഭിക്കുന്നത് വെല്ലുവിളി നിറഞ്ഞതും സമയമെടുക്കുന്നതുമായതിനാൽ ഇത് കോളുകൾ കണ്ടെത്തുന്നത് സങ്കീർണമാക്കുന്നു. വർദ്ധിച്ചു വരുന്ന സൈബർ കുറ്റകൃത്യങ്ങളുടെ അളവ് പോലീസിന് വേഗത്തിൽ പ്രതികരിക്കാൻ ബുദ്ധിമുട്ടാക്കുന്നു. വിവരങ്ങൾ ശേഖരിക്കുമ്പോഴേക്കും പണം പലപ്പോഴും ഒന്നിലധികം അക്കൗണ്ടുകളായി മാറുകയോ ക്രിപ്റ്റോ കറൻസിയായി പരിവർത്തനം ചെയ്യപ്പെടുകയോ ചെയ്യുന്നു. നിയമാനുസൃതമായ നിയമനിർവഹണ ഏജൻസികൾ ശരിയായ നിയമ നടപടിക്രമങ്ങൾ പാലിക്കാതെ ഫോണിലൂടെ പണം ആവശ്യപ്പെടുകയോ ഉടനടി അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്നില്ലെന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. 44 വയസ്സുള്ള ഒരു ടെക്കിയെ ഹൈദരാബാദിൽ ഒരു വ്യാജ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സൈബർ കുറ്റവാളികൾ ഏകദേശം 30 മണിക്കൂറോളം ഡിജിറ്റൽ അറസ്റ്റ് നടത്തി. തട്ടിപ്പുകാർ ഇരകളെ വൈകാരികമായി കൈകാര്യം ചെയ്യാനും ശ്രമിച്ചേക്കാം. ഇത് പലതരത്തിൽ സംഭവിക്കാം. അവർ പറഞ്ഞേക്കാം, ഞങ്ങൾ നിങ്ങളുടെ മകനെ അറസ്റ്റ് ചെയ്തു എന്ന്. നിങ്ങൾക്ക് അവനെ മോചിപ്പിക്കണമെങ്കിൽ നിങ്ങൾ പണം നൽകണം. മുൻപ് പറഞ്ഞ പോലെ കംബോഡിയ, മ്യാൻമാർ, വിയറ്റ്നാം, ലാവോസ്, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലെ നിരവധി കോൾ സെന്ററുകൾക്ക് ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകളുമായി ബന്ധമുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ I4Cയുടെ സൈബർ വിഭാഗത്തിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. ഈ കോൾ സെന്ററുകൾ പലപ്പോഴും കംബോഡിയയിലെ ചൈനീസ് ഉടമസ്ഥതയിലുള്ള കാസിനോകളിൽ സ്ഥിതി ചെയ്യുന്നു. അവിടെ സൈബർ അടിമത്തവും ഒരു പ്രധാന ആശങ്കയാണ്. ഈ പ്രവർത്തനങ്ങളുടെ കാതൽ വിദേശത്താണെങ്കിലും 30 മുതൽ 40% വരെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലാണെന്നും പ്രാദേശിക കോൾ സെന്ററുകളും തട്ടിപ്പുകൾ നടത്തുന്നതിൽ സജീവമായി ഏർപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നു. എന്തുകൊണ്ടാണ് ആളുകൾ ഇതിൽ വീഴുന്നത്? നിയമനിർവഹണ ഏജൻസികളെ, പ്രത്യേകിച്ച് CBI, ED, NCB തുടങ്ങിയ കേന്ദ്ര ഏജൻസികളെക്കുറിച്ച് പലർക്കുമുള്ള അന്തർലീനമായ ഭയമാണ് ആളുകൾ ഈ തട്ടിപ്പുകളിൽ അകപ്പെടാനുള്ള പ്രധാന കാരണം. ഇത് ഒരു സൈബർ കുറ്റകൃത്യം പ്രശ്നം മാത്രമല്ല, അതിലും വലിയ വിശാലമായ ഒരു പ്രശ്നമാണ്. അവർ പോലീസാണെന്ന് പറഞ്ഞ ആളുകളെ ഭയപ്പെടുത്തുന്നു. കാരണം അവരുടെ കണ്ണിൽ പോലീസ് ചെയ്യുന്നത് അതുപോലെയാണ്. ഇത് യഥാർത്ഥമാണോ തട്ടിപ്പാണോ എന്ന് ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതുപോലെ വാർത്തകളിൽ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുന്ന ED അല്ലെങ്കിൽ NCB പോലുള്ള ശക്തമായ കേന്ദ്ര ഏജൻസികളുടെ പേരുകൾ ഇരകൾ കേൾക്കുമ്പോൾ ഈ ഭയം കൂടുതൽ വർദ്ധിക്കും. സൈബർ കുറ്റവാളികൾ സാഹചര്യം മുതലെടുക്കുകയും ഇരകളെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. ഈ തട്ടിപ്പുകൾ നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്നും വിദഗ്ധർ പറയുന്നു. ഉദാഹരണത്തിന്, ഒരു പ്രധാന ആദായനികുതി റെയ്ഡ് വാർത്തകളിൽ ഇടം നേടുകയാണെങ്കിൽ തട്ടിപ്പുകാർ ആദായനികുതി ഉദ്യോഗസ്ഥരായി വേഷമിടാൻ തുടങ്ങും. ഇത് വ്യാജവും യഥാർത്ഥവും വേർതിരിച്ചറിയാൻ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ആരെയൊക്കെയാണ് ഇവർ ലക്ഷ്യമിടുന്നത്? ഈ തട്ടിപ്പുകളുടെ പ്രാഥമിക ലക്ഷ്യങ്ങൾ പലപ്പോഴും പ്രായമായ വ്യക്തികളാണ്. പ്രത്യേകിച്ച് ആരോഗ്യകരമായ ബാങ്ക് ബാലൻസ് ഉള്ള വിരമിച്ചവർ, വ്യവസായികൾ, മുതിർന്ന ബ്യൂറോക്രാറ്റുകൾ, കേന്ദ്ര നിയമനിർവഹണ ഏജൻസികളെ ഭയപ്പെടുന്ന മറ്റ് പ്രമുഖർ. എന്നിരുന്നാലും ചില സന്ദർഭങ്ങളിൽ സർക്കാർ ഉദ്യോഗസ്ഥർ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് പൂർണ്ണമായി അറിയാത്ത യുവതലമുറയിൽ നിന്നുള്ള ആളുകളും കുടുങ്ങിയേക്കാം. പ്രതിരോധമാണ് ചികിത്സയ്ക്കാൾ നല്ലത്. ഈ തട്ടിപ്പുകൾക്ക് ഇരയാകുന്നതിൽ നിന്ന് ആളുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം വിശാലമായ വിദ്യാഭ്യാസത്തിലൂടെയും അവബോധത്തിലൂടെയുമാണെന്ന് വിദഗ്ധർ പറയുന്നു. തട്ടിപ്പുകൾ ആധുനിക ജീവിതത്തിന്റെ നിർഭാഗ്യകരമായ ഭാഗമാണ്. അവ എല്ലാ ദിവസവും എല്ലായിടത്തും സംഭവിക്കുന്നു. ഈ പദ്ധതികൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും അവ എങ്ങനെ കണ്ടെത്താമെന്നും ആളുകൾ മനസ്സിലാക്കുന്നുവെന്ന് ഉറപ്പാക്കുക എന്നതാണ് പ്രതിരോധത്തിന്റെ താക്കോൽ. ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയായതായി തോന്നുന്ന ഒരാൾക്ക് ദേശീയ സൈബർ ഹെൽപ്പ് ലൈനുമായി ബന്ധപ്പെടാനോ അതിന്റെ പോർട്ടൽ സന്ദർശിക്കാനോ 1930 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യാം. അത്തരമൊരു കുറ്റകൃത്യത്തെക്കുറിച്ച് അവർക്ക് പോലീസിനെ അറിയിക്കാനും കഴിയും. രാജ്യത്ത് നടക്കുന്ന വിവിധ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അറിയാൻ ആളുകൾക്ക് സോഷ്യൽ മീഡിയയിലെ സൈബർ ദോസ്ത് ചാനലുകൾ അല്ലെങ്കിൽ അക്കൗണ്ടുകൾ ഫോളോ ചെയ്യാനും സാധിക്കും. ആത്യന്തികമായി പ്രതിരോധം ആരംഭിക്കുന്നത് അവബോധത്തിൽ നിന്നാണ്. ഡിജിറ്റൽ അറസ്റ്റ് ഒരു തട്ടിപ്പാണെന്നും അവർ യഥാർത്ഥത്തിൽ അന്വേഷണത്തിലാണെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ശരിയായ നിയമ നടപടിക്രമങ്ങൾ പാലിക്കുമെന്നും ഭീഷണിപ്പെടുത്തുന്ന ഫോൺ കോളുകളോ ഓൺലൈൻ ഭീഷണികളോ നടത്തില്ലെന്നും ആളുകൾ മനസ്സിലാക്കണം. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത്തിന്റെ 115-ാം എപ്പിസോഡിൽ ഡിജിറ്റൽ അറസ്റ്റ് എന്ന വിഷയത്തെ അഭിസംബോധന ചെയ്തു. ഇതൊരു വഞ്ചനാപരമായ പ്രവർത്തനമാണെന്ന് വിശേഷിപ്പിച്ചു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷിതരായിരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. डिजिटल अरेस्ट के फ्रॉड में फोन करने वाले कभी पुलिस, कभी CBI, कभी नारकोटिक्स, कभी RBI ऐसे भांति भांति के लेबल लगाकर बनावटी अधिकारी बनकर बात करते हैं और बड़े कॉन्फिडेंस के साथ करते हैं। मुझे मन की बात के बहुत से श्रोताओं ने कहा कि इसकी चर्चा जरूर करनी चाहिए। आइए मैं आपको बताता हूं ये फ्रॉड करने वाली गैंग काम कैसे करती है, ये खतरनाक खेल क्या है। आपको भी समझना बहुत जरूरी है, औरों को भी समझाना उतना ही आवश्यक है। पहला दाव आपकी व्यक्तिगत जानकारी, वो सब जुटा करके रखते हैं। आप पिछले महीने गोवा गए थे, है ना? आपकी बेटी दिल्ली में पढ़ती है ना? वे आपके बारे में इतनी जानकारी जुटा कर रखते हैं कि आप दंग रह जाएंगे। दूसरा दाव, भय का माहौल पैदा करो। वर्दी, सरकारी दफ्तर का सेटअप, कानूनी धाराएं, वो आपको इतना डरा देंगे फोन पर बातों बातों में आप सोच भी नहीं पाएंगे।
और फिर उनका तीसरा दाव शुरू होता है। तीसरा दाव समय का दबाव, अभी फैसला करना होगा वरना आपको गिरफ्तार करना पड़ेगा। ये लोग पीड़ित पर इतना मनोवैज्ञानिक दबाव बना देते हैं कि वो सहम जाता है। डिजिटल अरेस्ट के शिकार होने वालों में हर वर्ग, हर उम्र के लोग हैं। लोगों ने डर की वजह से अपनी मेहनत से कमाए हुए लाखों रुपए गंवा दिए हैं। कभी भी आपको इस तरह का कोई कॉल आए तो आपको डरना नहीं है। आपको पता होना चाहिए, कोई भी जांच एजेंसी फोन कॉल या वीडियो कॉल पर इस तरह पूछताछ कभी भी नहीं करती। मैं आपको डिजिटल सुरक्षा के 3 चरण बताता हूं। ये 3 चरण है: रुको, सोचो, एक्शन लो। कॉल आते ही रुको, घबराए नहीं, शांत रहे, जल्दबाजी में कोई कदम न उठाएं, किसी को अपनी व्यक्तिगत जानकारी न दें, संभव हो तो स्क्रीनशॉट लें और रिकॉर्डिंग जरूर करें। इसके बाद आता है दूसरा चरण। पहला चरण था रुको, दूसरा चरण है सोचो। कोई भी सरकारी एजेंसी फोन पर ऐसे धमकी नहीं देती, न ही वीडियो कॉल पर पूछताछ करती है, न ही ऐसे पैसा की मांग करती है। अगर डर लगे तो समझिए कुछ गड़बड़ है। और पहला चरण, दूसरा चरण और अब मैं कहता हूं तीसरा चरण। पहले चरण में मैंने कहा रुको, दूसरे चरण में मैंने कहा सोचो और तीसरा चरण कहता हूं एक्शन लो। राष्ट्रीय साइबर हेल्पलाइन 1930 डायल करें, cybercrime.gov.in पर रिपोर्ट करें, परिवार और पुलिस को सूचित करें, सबूत सुरक्षित रखें। रुको, बाद में सोचो और फिर एक्शन लो। ये 3 चरण आपकी डिजिटल सुरक्षा का रक्षक बनेंगे। साथियों, मैं फिर कहूंगा, डिजिटल अरेस्ट जैसी कोई व्यवस्था कानून में नहीं है। ये सिर्फ फ्रॉड है, फरेब है, झूठ है, बदमाशों का गिरोह है। और जो लोग ऐसा कर रहे हैं वो समाज के दुश्मन है। डिजिटल अरेस्ट के नाम पर जो फरेब चल रहा है उससे निपटने के लिए तमाम जांच एजेंसियां राज्य सरकारों के साथ मिलकर काम कर रही है। इन एजेंसियों में तालमेल बनाने के लिए नेशनल साइबर कोऑर्डिनेशन सेंटर की स्थापना की गई है। एजेंसियों की तरफ से ऐसे फ्रॉड करने वाली हजारों वीडियो कॉलिंग आईडी को ब्लॉक किया गया है। लाखों सिम कार्ड, मोबाइल फोन और बैंक अकाउंट्स को भी ब्लॉक किया गया है। एजेंसियां अपना काम कर रही है, लेकिन डिजिटल अरेस्ट के नाम पर हो रहे स्कैम से बचने के लिए बहुत जरूरी है हर किसी की जागरूकता, हर नागरिक की जागरूकता। जो लोग भी इस तरह के साइबर फ्रॉड का शिकार होते हैं, उन्हें ज्यादा से ज्यादा लोगों को इसके बारे में बताना चाहिए। आप जागरूकता के लिए #सेफ डिजिटल इंडिया का प्रयोग कर सकते हैं। मैं स्कूलों और कॉलेजों को भी कहूंगा कि साइबर स्कैम के खिलाफ मुहिम में छात्रों को भी जोड़ें। समाज में सबके प्रयासों से ही हम इस चुनौती का मुकाबला कर सकते हैं। ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാകാതിരിക്കാനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒരു സർക്കാർ ഏജൻസിയെ പ്രതിനിധീകരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ഏതൊരു വ്യക്തിയുടെയും ഐഡന്റിറ്റി ബന്ധപ്പെട്ട അധികാരികളുമായി നേരിട്ട് ബന്ധപ്പെടുക. വ്യക്തിപരമോ സാമ്പത്തികമോ ആയ വിവരങ്ങൾ അജ്ഞാതരായ കോളർമാരുമായോ ഇന്റർനെറ്റിലൂടെയോ പങ്കിടരുത്. സമ്മർദ്ദത്തിൽ ഒരിക്കലും പണം കൈമാറരുത്. നിയമാനുസൃതമായ ഏജൻസികൾ ഒരിക്കലും ഉടനടി പണം ആവശ്യപ്പെടില്ല. സംശയമുണ്ടെങ്കിൽ ദേശീയ സൈബർ സെക്യൂരിറ്റി ഹെൽപ്പ് ലൈൻ നമ്പർ 1930 അല്ലെങ്കിൽ സൈബർ ക്രൈം വെബ്സൈറ്റ് www.cybercrime.gov.in റിപ്പോർട്ട് ചെയ്യുക. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന ഭീഷണിയാണ്. ആളുകളെ വഞ്ചിക്കാനും പണം തട്ടിയെടുക്കാനും സാങ്കേതിക വിദ്യയുടെ ശക്തി പ്രയോജനപ്പെടുത്തുന്നു. ആവശ്യപ്പെടാത്ത കോളുകൾ, ഇമെയിലുകൾ അല്ലെങ്കിൽ സന്ദേശങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ വ്യക്തികൾ ജാഗ്രത പാലിക്കേണ്ടത് പ്രധാനമാണ്. റെഡ് ഫ്ലാഗ് തിരിച്ചറിയുകയും സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ ഈ വഞ്ചനാപരമായ പദ്ധതികളെ ചെറുക്കുന്നതിൽ പൊതുജനങ്ങൾക്ക് സജീവമായ പങ്ക് വഹിക്കാൻ കഴിയും. അധികാരികൾ കുറ്റവാളികളെക്കുറിച്ച് അന്വേഷിക്കുകയും വിചാരണ തുടരുകയും ചെയ്യുമ്പോൾ കൂടുതൽ അവബോധവും മെച്ചപ്പെട്ട സുരക്ഷാ നടപടികളും ഭാവിയിലെ സംഭവങ്ങൾ തടയാൻ സഹായിക്കുമെന്ന് പ്രതീക്ഷയുണ്ട്. വർദ്ധമാൻ ഗ്രൂപ്പ് ചെയർമാന്റെ കേസ് സാങ്കേതിക വിദ്യ എത്ര എളുപ്പത്തിൽ ദുരുപയോഗം ചെയ്യാമെന്നും വർദ്ധിച്ചു വരുന്ന ഡിജിറ്റൽ ലോകത്ത് അറിവ് നിലനിർത്തേണ്ടത്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.